ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഐഫോണിൽ എന്ത് ചെയ്യുക ആഡ്സ് ഒഴിവാക്കാൻ നോക്കാം. 3-4 സെറ്റിംഗ്സ് നമ്മൾ ചെയ്താൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക ഐഫോണിൽ ആഡ്സ് ഒക്കെ വെക്കാറും 98% 90% ഒക്കെ എന്തായാലും പോകും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ നോക്കാം. അപ്പോൾ അതെങ്ങനെ നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ സെറ്റിങ്സ് എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ സ്ക്രോൾ ചെയ്താൽ നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക ആപ്പിൾ അഡ്വൈസിങ് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അതിൽ നിങ്ങളുടെ ഇത് ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യുക ഇത് ഓഫ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അത്. രണ്ടാമത്തെ എന്ത് ചെയ്യുക സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക നേരെ എന്ത് ചെയ്യുക സെറ്റിങ്സ് തുറക്കുക. താഴേക്ക് എന്ത് ചെയ്യുക സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ആപ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ സഫാരി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, അപ്പോൾ അവിടെ കിട്ടും സഫാരി എന്ന ഓപ്ഷൻ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ പോപ്പ് എന്ന ഓപ്ഷൻ കാണിക്കും. ഇത് നിങ്ങളുടെ ഓഫ് ആയിരിക്കും. ഓഫ് ആണെങ്കിൽ എന്ത് ചെയ്യുക അത് ഓണാക്കി ക്ലിക്ക് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ഇതിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആപ്പ് എന്ത് ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് സ്റ്റോറിന്. അപ്പോൾ ഈ ആപ്സ് കാരണം നിങ്ങൾ സെക്യൂരിറ്റിക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. നേരെ എന്ത് ചെയ്യുക ആപ്പ് സ്റ്റോർ തുറക്കുക. എന്നിട്ട് AD ഗാർഡൻ ഓപ്ഷൻ ഉണ്ട്. AD ഗാർഡൻ ഓപ്ഷൻ ഒരു ആപ്പ് ഉണ്ട്, ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇവിടെ ലോഗോ കാണിക്കുന്നുണ്ട്. ഇതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതെന്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ സെറ്റിങ്സ് എന്ത് ചെയ്യുക നമ്മൾ ഓപ്പൺ ചെയ്യുക. ആപ്സിൽ കയറുക. നേരത്തെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക സഫാരി എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നേരെ പോപ്പ് എന്ന ഒരു ഓപ്ഷൻ ഓൺ ആക്കില്ല. അതിൻ്റെ താഴെ ഉണ്ടാകും രണ്ടാമത്തെ ഓപ്ഷൻ. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക അവിടെ ഉള്ളതൊക്കെ അവിടെ കുറേ ഓപ്ഷൻ വരും. ഈ ഓപ്ഷനൊക്കെ നമ്മൾ ഓൺ ആക്കി കൊടുക്കണം. കുറേ ഓപ്ഷൻ വരും. ഇതൊക്കെ നമ്മൾ ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം എന്ത് ചെയ്യുക നമ്മൾ ഓൺ ആക്കി കൊടുക്കുക. കുറേ ഓപ്ഷൻ ഇതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക ഓൺ ആക്കി ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അടുത്ത ഓപ്ഷൻ നമ്മൾ ലൊക്കേഷൻ്റെ ആഡ്സ് ഒഴിവാക്കണം. സെറ്റിങ്സിൽ കയറുക. എന്നിട്ട് എന്ത് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ മുകളിൽ നമ്മൾ ലൊക്കേഷൻ സർവീസ് എന്ന സംഭവം ഉണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മുകളിൽ ഓൾറെഡി അത് ഓൺ ആയി കിടക്കുകയാണ്. ഓക്കെ, അത് എന്ത് ചെയ്യുക അതിൽ നമ്മൾ ആപ്പ് സ്റ്റോർ എന്ന ഓപ്ഷൻ കണ്ടത് താഴെ മൂന്നാമത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ നെവർ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ നേരെ എന്ത് ചെയ്യാം വീണ്ടും എന്ത് ചെയ്യുക സെറ്റിങ്സിൽ കയറുക. എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ പ്രൈവസി സെക്യൂരിറ്റി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് എന്ത് ചെയ്യുക ട്രാക്കിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഓഫ് ആക്കിയിട്ട് ഡിസേബിൾ ചെയ്യുക. അതായത് നമ്മൾ ഇൻ കേസ് നമ്മൾ ഓൺലൈൻ കുറേ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും ആവശ്യമില്ലാത്ത ഗെയിമിങ്ങിൻ്റെ ഒക്കെ, അതൊക്കെ എന്ത് ചെയ്യുക ഡിസേബിൾ ചെയ്യുക. ഈ ഓപ്ഷനൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് സെറ്റിങ്സ് പോയി സിമ്പിളാക്കി ആകെ 2 മിനിറ്റിന് പരിപാടി. ഇതൊക്കെ ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെയ്ത 99% അല്ലെങ്കിൽ 90% വേണമെങ്കിൽ 90% പറയാൻ പാടില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് 99-95% എന്ത് ചെയ്യും ഐഫോണിൽ ആഡ്സ് കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് ആവും. ഇതെല്ലാവരും വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക. എന്റെ അറിവുള്ള പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻ ചെയ്യാം, കമന്റ് ചെയ്യുക. പോയിട്ടില്ലെങ്കിൽ അതും പറയാം. വേറെ എന്ത് വഴി ഉണ്ടെങ്കിൽ നോക്കാമല്ലോ.